നല്ലൊരു ഹെയർ ഡൈയാണ്. എളുപ്പത്തിനുണ്ടാക്കാവുന്ന നല്ല കറുത്ത കളറിലെന്നൊക്കെ എളുപ്പത്തിനുണ്ടാക്കാവുന്ന തന്നെ ഹെയർ ഡൈ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് തലമുടിക്ക് തേക്കുമ്പോൾ തീരിളക്കോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ ഞാൻ ഉണ്ടാക്കണ ഒരു ചൊറിച്ചിലും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ഡൈ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ലേ, ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ആദ്യം കുറച്ച് മൈലാഞ്ചി ഞാനത് കഴുകിയതായിരുന്നു, രാവിലെ പറിച്ചതാണേ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. മൈലാഞ്ചിയും കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടി അരച്ചെടുക്കണം. അരച്ചെന്ന് പറഞ്ഞാൽ ഒരു പൊടിച്ച് പോലെ. ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ആ മൈലാഞ്ചിയും ചെമ്പരത്തിപ്പൂവും കൂടെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു സ്പൂൺ ഉലുവ, അപ്പം നല്ലപോലെ ചൂടാകണം. അതുപോലെ തന്നെ ഒരു സ്പൂൺ കരിഞ്ജീരകം, നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഈ മൈലാഞ്ചിയുടെ കൂടെ ഒരു കൂട്ടം കൂടി ഇടണം. ഇതാണ് നമ്മുടെ സവോളയുടെ തൊലി. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കറക്കിയെടുത്താൽ മതി. ഉലുവയും കരിഞ്ജീരകവും ഏകദേശം ആയിക്കൊണ്ടിരിക്കണു. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വേണം അത് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. സവോള അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും കൂടെ പൊടിക്കാനുള്ളത് കൊണ്ട് ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് പൊടിക്കുമ്പോഴത്തേനും കറക്റ്റായിക്കോളും. ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം നല്ല പോലെ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെച്ച് താമസിക്കും, പയ്യെ ആവുള്ളൂ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് പയ്യെ ആക്കിയെടുത്താൽ മതി. ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഹെയർ ഡൈ വേണം തലയിൽ തേക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഹെയർ ഡൈ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, പിന്നെ അത് മാറത്ത് പോലുമില്ല. നല്ലപോലെ ആയിട്ടുണ്ടെങ്കിൽ തീ കടത്തണം. ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. ആ ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ചൂടും കൂടിയാണ് ഞാൻ തീ കടത്തിയതൊക്കെയാണേ. ഞാൻ ആറട്ടെ ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിക്കാം. നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തലയിൽ ഈ തരങ്ങ് പോലെ ഇരുന്നെങ്കിലോ എന്നോർത്തോണ്ടാണ്.
സ്പൂണും കൊണ്ട് നൈസ് പൊടിയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളയാൻ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അരിച്ചെടുക്കണം കേട്ടോ. നൈസ് തന്നെയാണ്, അന്നേരം മുഴുവൻ ചാടുവാന്ന് തോന്നുന്നു. മതി തരങ്ങ. ഇത് ഒരു പ്രാവശ്യം തല തേക്കാൻ മുഴുവനും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം തല തേക്കാനുള്ള മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ കൂട്ടാം. ഇതിലേക്ക് നമുക്ക് ലൈറ്റ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയതായിട്ട് കുറേശ്ശെ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴക്കണം. പയ്യെ കുഴച്ചെടുക്കാവുള്ളൂ. ഇതുകൊണ്ട് തന്നെ കറുപ്പം നോക്ക്. ഇത് തലമുടിയെ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല കട്ട കറുപ്പായിട്ട് വരും കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഇളക്കി കാണിക്കാം. നല്ലപോലെ ഒന്ന് അത് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് ഇളക്കിയത്. ഉണ്ടോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് നമുക്ക് തലമുടിക്ക് നല്ല തണുപ്പും കിട്ടും, തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും. നല്ല എന്നാന്ന് പറഞ്ഞാൽ നല്ലപോലെ കറുത്തും വരും, മുടി നല്ല തഴച്ചും വളരും. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ഇത് നല്ലൊരു ഹെയർ ഡൈയും ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നല്ല കരിക്കട്ട കളറിൽ നോക്ക്. ഒരു റിസ്ക്കും ഇല്ല, നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. തലമുടിക്ക് നല്ല കട്ട കറുപ്പ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേച്ചാൽ മതി. നോക്ക് എന്നാ കറുപ്പാന്ന്. ഈ മൊബൈലിൽ കാണുന്ന പോലെ തന്നെ കറുപ്പാണ് ഇതിന് കേട്ടോ. ഇതിനകത്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറുപ്പാണ്. ഇത് നല്ല ഹെയർ ഡൈ ആണ്. നമ്മുടെ മുടിയിൽ മുഴുവൻ തേക്കാൻ നേരം ഒരേപോലെ കറുത്തിരിക്കും. എല്ലായിടം ഒരേപോലെ ഇരിക്കാനായിട്ട് ഒരേപോലെ തലമുടിയിൽ തേക്കണം. എന്നാലാണ് കുറച്ച് വെളുത്ത ഭാഗം മാത്രമല്ല കറുത്ത ഭാഗവും തേക്കണം. മുഴുവൻ ഒരേപോലെ തേച്ചാലാണ് ഒരേപോലെ കറുത്തിരിക്കുകയുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.